തെസ്സലോനിക്ക എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലം, ആമേൻ, അവിടുത്തെ സഭ. ബൈബിൾ പറയുന്നു പൗലോസ് ആ സ്ഥലം ഒരിക്കൽ സന്ദർശിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആമേൻ ആ സ്ഥലത്തിലെ സഭയും വിശ്വാസികളെയും കണ്ടിട്ട് പൗലോസ് ഒരു കുറിപ്പ് എഴുതി. ആമേൻ, അല്ലെങ്കിൽ കുറിപ്പല്ല, ലേഖനം എഴുതി. ആ ലേഖനത്തിനകത്ത് ഉൾക്കൊള്ളിച്ച ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. അത് അങ്ങനെ പറയാൻ എന്താ കാരണം ഉണ്ടായെന്നറിയാമോ? ആ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അവിടെ ചെന്നപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ തെസ്സലോനിക്യരുടെ ഇടയിൽ സഭകൾക്കകത്ത് പുള്ളിക്കാരൻ കണ്ടു. ആമേൻ. കണ്ടപ്പോൾ പുള്ളിയുടെ അകത്ത് വന്ന അടുത്ത ചിന്ത ഇതാണ്: ഇത് കെട്ടുപോകാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ആമേൻ. ശ്രദ്ധിക്കുക, അതിൻ്റെ അർത്ഥം അഭിഷേകവും ആത്മാവും അകത്തുള്ള ജനതയോടാണ് ഈ വാക്ക് പറയുന്നത്. ആത്മാവിനെ കെടുക്കരുത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം, ആത്മാഭിഷേകമുള്ള എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് കൈവയ്ക്ക് നോക്കട്ടെ. ഒരു 95% പേരും കൈവയ്ക്കുക. നിങ്ങൾക്ക് കൺഫർമേഷൻ ഉണ്ട് ഞാൻ പരിശുദ്ധാത്മാവുള്ളവനാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ പൊക്കില്ലായിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കൺഫർമേഷൻ ഉണ്ട്, അഭിഷേകം എൻ്റെ അകത്തുണ്ടെന്ന്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വാക്ക് അഭിഷേകം ഉള്ളവർക്കാണ്. ഇല്ലാത്തതിന് എവിടെ ഇട്ട് കെടുത്താനാ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുള്ള നിങ്ങളോടാണ് ഞാൻ ഈ വാക്ക് സംസാരിക്കുന്നത്. ആത്മാവിന് എന്ത് ചെയ്യരുത്? കെടുത്തരുത്. അപ്പോൾ ഈ പൗലോസ് പറയുന്ന വാക്കിനകത്ത് 1-2 കാര്യങ്ങൾ, ആമേൻ, ഇങ്ങനെ പറയുന്നു. ഇത് കെട്ടുപോകാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് മക്കളെ? പറ. കെട്ടുപോകാൻ. BBSന് കളിക്കുന്ന കളി ഇവിടെ വേണ്ട. ഹല്ലേലൂയ. കെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ, പരിശുദ്ധാത്മാവ് അകത്തുള്ളവരോട് പറയാം, ഇതെന്നും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ചിന്തിക്കരുത്. പിന്നെ ഇടയ്ക്ക് ഇത് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? കെട്ടുപോകാൻ സാധ്യതയുണ്ട്. ചെറിയ ക്ലാസ് പോലെ പോകുന്നത് നിങ്ങൾക്ക് തോന്നിപ്പോകും. കുഴപ്പമില്ല, ക്ലാസ് അങ്ങ് മാറിക്കൊള്ളിൽ പെട്ട് കഴിയുമ്പോൾ. ആമേൻ. ഇതൊന്ന് മനസ്സിലാക്കേണ്ട അകത്ത്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. എങ്ങനെ ഇത് കെട്ടുപോകുന്നേ? ഒന്ന് ചിന്തിക്കുക. നമ്മൾ ഈ വൈകുന്നേരം കറണ്ട് പോകുന്ന സമയത്ത് മെഴുകുതിരി എത്തിക്കാറുണ്ടല്ലോ, അല്ലേ? മെഴുകുതിരി. ആമേൻ. വിളക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല, ഇപ്പം എല്ലാം മെഴുകുതിരിയായിട്ട് മാറി. അപ്പോൾ മെഴുകുതിരി കത്തിക്കാറുണ്ട്. ഈ മെഴുകുതിരി അങ്ങോട്ട് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ, ആമേൻ, അന്നേരം മുതൽ ചില പോരാട്ടം തുടങ്ങും. എന്നാ പോരാട്ടം? നമ്മൾ കത്തിക്കും, മറ്റേ സാധനം വന്ന് അണയ്ക്കും. ഹല്ലേലൂയ. അതൊരു ഭയങ്കര പോരാട്ടമാണ്. ഇത് കത്തിക്കുന്നവർ ഒരു പ്രശ്നമില്ലായിരുന്നു. എപ്പോഴാണോ കത്തിക്കുന്നത് പിന്നെ അതിൻ്റെ പുറകെ ഒരാൾ വേണം. വേണ്ടേ? അത് തന്നെ പരിശുദ്ധാത്മാവും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പുറകെ വേണം. എന്തിനില്ലെങ്കിൽ സാധനം കെട്ടുപോകും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്നാൽ ഒരു കയറിങ് വേണം, ഇല്ലെങ്കിൽ വിളക്കണയാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂതായി പറയുകയാണ്, അഭിഷേകം ആത്മാവും അകത്തുള്ളവൻ അത് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് കെട്ടുപോകരുത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഈ മെഴുകുതിരി അങ്ങോട്ട് കത്തിച്ചു എന്ന് ചിന്തിക്കട്ടെ. ഇത് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ അന്നേരം വെളിപ്പെടുന്ന ആദ്യത്തെ പ്രതികൂലം എന്തുവാണ്? എന്തായിരിക്കും? കാറ്റ്. ആരാ പറഞ്ഞു? ആരും പറഞ്ഞില്ല, തോന്നിയത്. ശരി, എന്തൊരു സൗണ്ട് കേട്ടു. പോട്ടെ. അപ്പോൾ ആദ്യം വെളിപ്പെടുന്ന എന്തുവാണ്? കാറ്റ്. ഹല്ലേലൂയ. ഈ കാറ്റിനെയാണ് നമ്മൾ ആദ്യം പേടിക്കുന്നത്, അല്ലേ? കാരണം നമ്മൾ കത്തിച്ചു വയ്ക്കുമ്പോഴാണ് ഈ കാറ്റ് ഇതിനെ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. അന്നേരം കത്തിച്ച ആൾ എന്നാ ചെയ്യും? മിണ്ടാതെ കൈയും കെട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ ഒന്നേന്ന് കത്തിക്കേണ്ടി വരും. ശരിയല്ലേ? ആ കത്തിക്കും അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൈ കൊണ്ടതിനെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിങ്ങൾക്ക് നൽകുന്നൊരു ചെറിയ ഭാഗം ഇതാണ്. എപ്പോഴാണോ ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ തെളിഞ്ഞു തുടങ്ങുന്നത്, അന്നേരം മുതൽ അതിനെ കെടുത്തിക്കളയാൻ ചില പോരാട്ടങ്ങളുണ്ട്. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, കെടുത്തിക്കളയുവാൻ ചില പോരാട്ടങ്ങൾ എപ്പോഴാണോ ഇത് നിങ്ങളിൽ കത്തി തുടങ്ങുന്നത്, ആ സമയം മുതൽ നിങ്ങളിൽ അത് വെളിപ്പെടും. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം അണയ്ക്കാൻ കൊടുക്കാതെ, കെടുത്താതെ വണ്ണം അതിനെ പൊതിയുവാനും സൂക്ഷിപ്പാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങൾ പറയാം, ആമേൻ, നിങ്ങൾ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് സ്വർഗം നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്.
ആമേൻ. അപ്പൊ കർത്താവിന്റെ വചനം പറയുന്നു, ആമേൻ, വേദപുസ്തകം പറയുവാണ്, ഈ അത് നോക്കണമേ, കെടുത്തിക്കളയരുത്. അപ്പോൾ ഈ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ വിളക്ക് എന്ത് ചെയ്യും? കാറ്റ് വരുമ്പോൾ. ഇനി കാറ്റിന് മാത്രമാണോ അണയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അല്ല. മഴ വന്നാലും മഴവെള്ളം വീഴുന്നാലും എന്ത് ചെയ്യും? ഇത് അണയാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അകത്തുണ്ടെങ്കിൽ അതിനെ അണയ്ക്കാൻ ശ്രമിക്കുന്ന പല കാറ്റുകളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ആ കാറ്റുകൾ പലതാണ്. അത് ഈശാലമൂലനായിരിക്കത്തില്ല, അത് കൊടുങ്കാറ്റൊന്നും ആയിരിക്കത്തില്ല. പല വ്യക്തികളിലൂടെയും പല ശക്തികളുമായിട്ടും പല വാക്കുകൾ കൊണ്ടും നമുക്ക് വിരോധമായി പ്രതികൂലങ്ങളെ അഴിച്ചുവിട്ട് ഈ തിരിയെ കെടുത്തിക്കളയുവാൻ പലപ്പോഴും പിശാച് നമുക്കെതിരെ അവൻ ദൃഷ്ടി വയ്ക്കുമ്പോൾ ഇന്ന് പകൽ അണയാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇതിനകത്ത് എനിക്കും നിങ്ങൾക്കുമാണ്. ഈ പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അതിനെ കാറ്റിന് ഇട്ടുകൊടുക്കരുത്, അതിനെ മറ്റൊന്നിനും ഇട്ടുകൊടുക്കരുത്, മറ്റൊരു ശക്തികൾക്കും അതിനെ അണയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുക്കരുത്. അത് അണയാതെ സൂക്ഷിക്കട്ടെ. അതിനെ ഇട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കുക. അപ്പൊ പല പ്രതികൂലങ്ങൾ വരും അല്ലേ? ഈ പ്രതികൂലങ്ങൾ എന്ത് ചെയ്യും? ഈ മെഴുകുതിരി അണയ്ക്കുമെന്നത് വാസ്തവമല്ലേ? അണയ്ക്കാതെ നമ്മൾ എന്ത് ചെയ്യും? കൈ കൊണ്ട് പൊത്തിപ്പിടിച്ച് നമ്മൾ പുറത്തോട്ട് പോകും. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചാൽ ഈ വെളിച്ചം പുറത്തോട്ട് പോകുമോ? പുറത്തോട്ട് പോകില്ല. പിന്നെ ഇതുകൊണ്ട് എന്താ ഗുണം? ആമേൻ. ഞാൻ നിങ്ങളോട് പറയും, കൈകൊണ്ട് നമ്മളിതിനെ മറച്ചു പിടിക്കുമ്പോഴും ഇത് നമ്മുടെ കണ്ണിനൊരു ബലം പകരും. ആ ബലം കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അല്ലാതെ പൊത്തിപ്പിടിച്ച് മെഴുതിരി വെച്ച് വഴി കാണാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, പലപ്പോഴും നമുക്ക് ബലം പകരുന്ന ഒന്ന് ഈ പരിശുദ്ധാത്മാവ്. ഇതിനെ കെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് നിനക്കൊരു ബലമാ, ഇത് നിനക്കൊരു കരുത്താ. ഇതിനെ അണച്ചാൽ നീ ഭയക്കും. എന്നാൽ ഇത് കത്തിയാൽ ഇരുട്ടുള്ള കൂരിരുണ്ട താഴ്വരയിലും നീ ഭയക്കുകയില്ല. കൂരിരുളിന്റെ താഴ്വരയിലും നീ ഭയക്കുകയില്ല. ആമേൻ. ഓ റാബ ഷെഖേറിയംധന റീമൽ കമനഗടക ശംദൽ പ്രൗഢിമിനിഗടക റക്ഷസ് കമനഗടകസെ കൂരിരുളിന്റെ താഴ്വരയിൽ. ആമേൻ. നീ എന്ത് ചെയ്യത്തില്ല? പേടിക്കുകയില്ല. ആമേൻ. നീ ഇത് അണയ്ക്കാൻ കാറ്റ് മാത്രമല്ല വരുന്നത്, പിന്നെ എന്നാ വരും? ഇത് അണയ്ക്കാൻ മഴത്തുള്ളി വരും. അത് പോട്ടെ, അത് എപ്പോഴും പെയ്യൊന്നൊന്നുമില്ല. ആമേൻ. അടുത്തിരി ഇതെപ്പോഴാണോ കത്തിച്ചു വെക്കുന്നത്, പുറത്ത് കിടക്കുന്ന പല ജീവികളും ഇതിലേക്ക് കയറി വരും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആമേൻ. അതുവരെ ഇല്ലാത്ത സാധനങ്ങളായിരിക്കും. എപ്പോഴാണോ വിളക്ക് കത്തിക്കുന്നത് അന്നേരം വന്ന് ഇതിൽ പലതും അടിക്കാൻ തുടങ്ങും. വലിയ വണ്ട്, കരിച്ച അല്ലേ, ചെറുപ്രാണികൾ അടച്ചാൽ കത്തിക്കരിഞ്ഞു പോകും. പക്ഷെ വലിയ വണ്ടൊക്കെ വന്ന് അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒന്നുകിൽ ഈ സാധനം അറിയും, അവിടെ കിടന്നല്ലെങ്കിൽ അണയും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഈ വണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, നമ്മുടെ ഈ സ്ഥലത്തുള്ള സാധനങ്ങളൊന്നുമല്ല, ഇടുക്കി പോകണം, നല്ല സാഹിത്യം ഗാനം കാണാൻ പറ്റും. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം നമ്മൾ സേനാപതി മീറ്റിങ്ങിന് പോയപ്പോൾ, ആമേൻ, സേനാപതിയിലെ ഒരു കാടിൻ്റെ ഒരു സൈഡില്ല നമുക്ക് തന്ന സ്ഥലത്ത് ആമേൻ നല്ലൊരു ഹാളുണ്ട്. ആ ഹാള് കഴിഞ്ഞൊരു ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ട് കഴിഞ്ഞാൽ പിന്നെ കാട്. ആമേൻ. ഏലത്തോട്ടവും പിന്നെ വലിയ കാടുമായിട്ടൊക്കെ നിറഞ്ഞു കിടക്കുവാണ്. വയലായിട്ടിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഓരോരോ ശബ്ദവും പറഞ്ഞുകൊണ്ട് ഓരോരോ സാധനങ്ങളും ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങി. ആമേൻ. അവിടുത്തെ ചീവിയിടോ കരിച്ചു എന്തൊക്കെ പ്രാണികൾ. ആമേൻ. ഈ സൈസ് വരും. ആമേൻ. ഓരോ സാധനം. ഇത് നീളവും ഉണ്ട്, പിന്നെ 2 ചിറവും ഉണ്ട്. ആമേൻ. ഇതിങ്ങനെ ഇഷ്ടം പോലെ വന്നിങ്ങോട്ട് കയറുക. പണ്ട് വറവൻ്റെ ബാധയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിങ്ങനെ ഈച്ച വന്നെന്ന്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് നോക്കിയപ്പോൾ മൊത്തം ഈച്ചയാ. ഹല്ലേലൂയ. ആൾക്കാർ ഇവിടെ ഇരുന്നെന്നാണ് സംശയം. ആരെങ്കിലും എടുത്തൊരു ഹല്ലേലൂയ പറഞ്ഞ്. ഞാൻ ആരംഭത്തിൽ എല്ലാവരോടും പറഞ്ഞു, ആരും ഉറങ്ങരുതെന്ന്. നിങ്ങളെങ്ങാനും കോട്ടാവി ഇടാൻ വാ തുറന്ന് ഈ സാധനം കയറിപ്പോവും. പിന്നെ ചുമച്ചാലും തുമ്മിയാലും ഈ സാധനം വരത്തില്ല. അതുകൊണ്ട് പേടിച്ചാലും ഉറങ്ങിയില്ല. കരങ്ങൾ കെട്ടിയ ഹല്ലേലൂയ പറഞ്ഞ്. ആമേൻ. അത്രയും വലിയ ഈച്ചകളുണ്ട്. ഇതൊക്കെ വന്ന് വിളക്കേലടിച്ച ഒറ്റ അട്ടി കൊണ്ട് ഈ സാധനം പോവും. ആമേൻ. അതിനേക്കാളും വലിയ ഈച്ച വേറെ ഉണ്ട്. ഹല്ലേലൂയ. അതേത് ഈച്ച ഭാഷ? അത് പറഞ്ഞുതരാം. നമ്മുടെ അഭിഷേകം കെടുത്താൻ ഈ കാട്ടിലെ ഈച്ചയൊന്നും വേണ്ട, നാട്ടിലും കുറേ ഈച്ചയുണ്ട്. ഹല്ലേലൂയ. ചിലർക്കൊക്കെ പിടിയിട്ട് തുടങ്ങി. ചില ജീവികളുണ്ടെന്നേ,
അഭിഷേകം കെടുത്താൻ ചില ജീവിയുണ്ട്. ഈ ജീവി എന്ന് ഉദ്ദേശിക്കുമ്പോൾ വേറെ ആരുമല്ല, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. പഠിച്ചിട്ടില്ലേ മക്കളെ? മനുഷ്യനൊരു സാമൂഹിക ജീവി തന്നെ. അതുകൊണ്ട് അഭിഷേകം കെടുത്താൻ വല്ല പണ്ടും കരിച്ചേ മാത്രമല്ല, വേറെയും ഉണ്ട്. ഇന്ന് പകൽ നിന്നിൽ കത്തിയിരിക്കുന്ന വിളക്കണയ്ക്കാൻ പലരിലൂടെയും ശ്രമം വരും. വിട്ടുകൊടുക്കരുത്. ഉത്തരവാദിത്വം നിന്റേതാ. ഇതിനെ കത്തിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം നിന്റേതാ. ഓ ഹല്ലേലൂയ. ഇതിനെ കത്തിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം നിന്റേതാണ്. ആമേൻ. അപ്പൊ വിളക്കാണെങ്കിൽ സ്വർഗം പറയുന്നത് കത്തണം, അല്ലേ? ഇനി ആ വിളക്ക് കത്തിക്കഴിയുമ്പോൾ ശ്രദ്ധിക്കണേ, ആമേൻ, ബൈബിൾ പറയുന്നു അതിനെ അണയ്ക്കാതെ നിർത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാ? എനിക്കും നിങ്ങൾക്കുവാ. കൈ കൊണ്ട് പൊതിയേണ്ടിടത്ത് കൈ കൊണ്ട് പൊതിയണം. ആമേൻ. ഇനി ഈ വിളക്ക് കെട്ടുപോകരുത് എന്ന് പൗലോസ് ആരോടാ പറയുന്നത്? കെടുത്തരുതെന്ന് ആരോടാ പറയുന്നത്? ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരോട് തന്നെ പറയുവാണ്. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ. ഇനി ഒന്ന്, പരിശുദ്ധാത്മാവ് കെട്ടുപോകാനും സാധ്യതയുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവ് എടുത്തു കളയാനും സാധ്യതയുണ്ട്. വായിച്ചിട്ടുണ്ടോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 51 അതിൻ്റെ 11-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചേ. പരിശുദ്ധാത്മാവ് കെട്ടുപോകും, രണ്ട് പരിശുദ്ധാത്മാവ് എടുത്തു കളയും. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിന് എന്നിൽ നിന്ന്, കണ്ടോ ആ വാക്യം? ശ്രദ്ധിച്ചോ? ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അതിന്റെ അർത്ഥം എന്താ? തന്ന പുള്ളിക്ക് എടുക്കാനുള്ള അതോറിറ്റി ഉണ്ട്. ഒരു സ്വത്രം പറ. ഹല്ലേലൂയ. തന്ന പാർട്ടിക്ക് ഇതിനെ എടുക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് അത് അനുഭവിക്കുന്ന പുള്ളിക്കാരൻ അങ്ങോട്ട് നോക്കിയിട്ട് ഒരൊറ്റ പ്രാർത്ഥന, ദൈവമേ ഒന്നു മാത്രം ഞാൻ ചോദിക്കാം, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ആളാരാന്നറിയാം നിങ്ങൾക്ക്? ഹല്ലേലൂയ. നമുക്ക് വേണ്ടപ്പെട്ട പുള്ളിയാ ദാവീദ്. ആമേൻ. ദാവീദിനെ കുറിച്ച് 51-ാം സങ്കീർത്തനം ഇങ്ങനെ രചിച്ചു വയ്ക്കുമ്പോൾ ഒരു ഭയങ്കര സംഭവം ഇതിൻ്റെ അകത്ത് കിടന്നു. അതിൻ്റെ തലക്കെട്ട് വായിക്കുന്നവർക്കറിയാം. നാഥാൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രവാചക വന്ന് ദാവീദിൻ്റെ അടുക്കൽ നിൽക്കുമ്പോഴാണ് ഈ സങ്കീർത്തനം പുള്ളിയുടെ അകത്തുനിന്ന് ഇങ്ങോട്ട് വെളി വരുന്നത്. അത് വരാതിരിക്കില്ല, കാരണം സംഭവം ചെറുതല്ല, സംഭവം വലുതാണ്. ഒരു ദിവസം ഈ അഭിഷേകമൊക്കെ ഉള്ള, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയൊക്കെ ഉള്ള ദാവീദ് വീടിൻ്റെ മണ്ടയ്ക്ക് കയറി കിളിവാതിലൂടെ നോക്കിയപ്പോൾ ആമേൻ ഒരു പെണ്ണും പിള്ള കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാൻ പാടില്ലാത്തതാ, പക്ഷെ പുള്ളി നോക്കിക്കഴിഞ്ഞപ്പോൾ പുള്ളി എവിടെ? ഫ്ലാറ്റായി. ബൈബിൾ ഇങ്ങനെ പറയുന്നു. അതാ സങ്കീർത്തനത്തിലില്ല, അത് പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചാൽ കാണാം, ശമൂവേലിന്റെ പുസ്തകത്തിൽ. ഓക്കെ, അത് പോട്ടെ, ഞാൻ എടുക്കുന്നില്ല. ഈ പുള്ളിക്കാരൻ താഴെ ഇറങ്ങിയിട്ട് വന്നിട്ട് ഇപ്രകാരം തൻ്റെ ഭടന്മാരിൽ ആരും വിളിച്ചിട്ട് പറഞ്ഞു, അതാരാന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ചെന്ന ആളും അഡ്രസ്സൊക്കെ നോക്കി വന്നപ്പോൾ പറഞ്ഞു, ഇത് നമ്മുടെ പടവൊരുതാൻ നിൽക്കുന്ന ഊരിയാവിൻ്റെ വീടും ഊരിയാവിൻ്റെ ഫാമിലിയുമാണ്. പുള്ളിക്കാരൻ അന്ന് മുതൽ ചില തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. ആരും അറിയാത്തൊരു തന്ത്രം. ആമേൻ. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അങ്ങോട്ട് മെനഞ്ഞുവെച്ചാ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ സേനയിലെ അധിപതിയോട് പറഞ്ഞു, ഞാനൊരു കത്ത് നിന്റെ കയ്യിൽ തരിക, ആ കത്ത് വായിച്ചിട്ട് അതിലുള്ളതുപോലെ നീ ക്രമീകരിക്കണം. ഈ കത്തിൽ എന്നാ എഴുതിയെന്ന് കൊണ്ടുപോയവൻ അറിയത്തില്ല, എഴുതിയ പുള്ളിക്കും വായിച്ച് ചെയ്ത പുള്ളിക്കും മാത്രമേ അറിയാവൂ. ഈ കത്തിൽ എന്നെന്നറിയാമോ? ഈ കത്ത് പുള്ളി ഇങ്ങനെ എഴുതി, യുദ്ധം കഠിനമായി നിൽക്കുമ്പോൾ ഈ ഊരിയാവിനെ നീ ഒരു കാര്യം ചെയ്യണം, മുൻപേ പിടിച്ചു നിർത്തണം. അവന് മുൻപേ നിൽക്കാനുള്ള പരിചയമില്ല, എങ്കിലും നീ അവനെ മുമ്പേ പിടിച്ചു നിർത്തണം. ചിലർ ചിന്തിച്ചു പ്രൊമോഷനാണെന്ന്, പക്ഷെ ദാവീദിനറിയാം ഈ പ്രൊമോഷൻ നേരെ അങ്ങ് പോകാൻ വേണ്ടിയുള്ളതാ. ആമേൻ. യുദ്ധം കഠിനമാകുമ്പോൾ ഊരിയാവിനോട് സേനാപതി പറഞ്ഞു, നീ മുന്നേ നിന്ന് ചെയ്യാൻ നിനക്ക് ഓർഡറുണ്ട്. പുള്ളി വിചാരിച്ചു വെട്ടി പ്രാക്ടീസ് ചെയ്യാനായിരിക്കും. ചെന്ന് നിന്നു, ശത്രുക്കൾ വന്ന് അവൻ്റെ തല കൊയ്ത് കളഞ്ഞു. അടുത്ത തന്ത്രം ദാവീദ് മെനഞ്ഞു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഊരിയാവിൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഊരിയാവിൻ്റെ ഫാമിലിയെ നഷ്ടപരിഹാരം കൊടുത്ത് നമ്മൾ അവരെ സംരക്ഷിക്കണം. ഊരിയാവിൻ്റെ ഫാമിലി എന്ത് ചെയ്തു? നഷ്ടപരിഹാരം എന്നോണം തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന അതിനകത്ത് പാർപ്പിച്ചു. താൻ ചിന്തിച്ചു, ആരും അറിഞ്ഞില്ല സംഗതി. ഓക്കെ,
ഒരു 3-4 ദിവസം അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് പാസ്റ്റർ വന്നു. പാസ്റ്റർ പേരെന്താ? യെസ്, നാഥാൻ എന്ന് പറയപ്പെടുന്ന പ്രവാചകൻ. ആമേൻ. വന്ന് സാധാരണ പുള്ളി വരാറില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വരും. എന്നെ പോലെ കരങ്ങൾ വീട്ടിൽ ഹല്ലേലൂയ പറഞ്ഞില്ല. ആമേൻ. ഈ പുള്ളിക്കാരൻ വരാറില്ല. ആമേൻ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ വീടുകളിൽ വരുന്ന കാര്യമാണ്, അല്ല വേറെ ഒന്നുമല്ല. ആമേൻ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും? പുള്ളി വരും. ഈ വരവ് ഈ കൊട്ടാരത്തിലോട്ട് പുള്ളി വന്നപ്പോൾ പുള്ളിക്കൊരു സംശയം, ദാവീദ് എന്തിനാ പുള്ളി വരുന്നേ? ഈ നാഥാൻ പ്രവാചകൻ വന്ന ദാവീദിനോട് ചോദിച്ചു, ദാവീദിനോട് സംസാരിക്കുക. ദാവീദിനോട് പറഞ്ഞു, എനിക്ക് ഒരു കഥ പറയണം. എന്ത് പറയണം? കഥ പറയുന്ന ആളും കൊള്ളാം, കേൾക്കാനിരിക്കുന്ന ആളും കൊള്ളാം. ഹല്ലേലൂയ. രാജസിംഹാസനത്തിരുന്ന് പുള്ളി ഇപ്പം കഥ കേൾക്കാനിരിക്കുക. ആമേൻ. നാഥാൻ പ്രവാചകനല്ലേ കഥ പറയുന്നേ, അതുകൊണ്ട് പുള്ളി പറഞ്ഞു കേൾക്കാൻ റെഡിയാ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ ഒരു ചെറിയ കഥ പറഞ്ഞു. എന്നാന്നറിയാമോ? ഒരിടത്ത് ആമേൻ ഒരു ധനവാനായ മനുഷ്യനും അതുപോലെ ആ മനുഷ്യൻ്റെ പറമ്പിനപ്പുറത്ത് ഒരു ദരിദ്രനായ കുടിലിൽ പാർക്കുന്നൊരു മനുഷ്യനും ഉണ്ടായിരുന്നു. ധനവാന്റെ വീട്ടിൽ 100 കണക്കിന് ആടുകളും കന്നുകാലികളുമുണ്ട്. എന്നാൽ ഈ പാവപ്പെട്ടവൻ്റെ കുടിലിൽ ഒരാട്ടിൻകുട്ടി മാത്രമേ ഉള്ളൂ. അവൻ അന്നന്ന് ജോലി ചെയ്ത അവനും ആട്ടിൻകുട്ടിയൊക്കെ ഭക്ഷണം കഴിച്ചങ്ങ് പോവുക. എന്നാൽ ധനവാന്റെ വീട്ടിലോ ധാരാളം ആടും മാടും ഒക്കെയുണ്ട്. എന്നാൽ ഒരു ദിവസം ധനവാന്റെ വീട്ടിൽ ആമേൻ ബൈബിൾ ഇങ്ങനെ പറയുന്നു, വിരുന്നുകാർ വന്നപ്പോൾ ധനവാൻ ചിന്തിച്ചു, അവർക്ക് കൊടുക്കേണ്ട ആടിനെ എവിടുന്ന് പിടിക്കണം? എൻ്റെ കയ്യിലുള്ള 100-ൽ നിന്നൊന്ന് പിടിക്കണോ? അതോ വേണ്ട. പുള്ളി വിചാരിച്ചു, അപ്പുറത്തൊരു ദരിദ്രം കിടക്കുമല്ലോ, ആ ആടിനെ കൂടെ ഇങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ പറഞ്ഞങ്ങ് വിട്ടേക്കാം. ഈ ധനവാൻ എന്ത് ചെയ്തു? തൻ്റെ ദാസന്മാരെ അയച്ച ഒന്നും ചോദിക്കാതെ വില പോലും കൊടുക്കാതെ ഈ ആടിനെ പിടിച്ചു കൊണ്ടുവന്ന തൻ്റെ വീട്ടിൽ വന്ന അതിഥികൾക്ക് ഈ ആടിനെ കഷ്ണിച്ചു കൊടുത്തു. ഈ കഥ ഇങ്ങനെ ദാവീദ് കേട്ടപ്പോൾ ഇത്രയും പറഞ്ഞു തീർന്ന ഉടനെ ദാവീദ് ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ ഉടവാൾ ഊരിയെടുത്ത ഉയർത്തിയിട്ട് പറഞ്ഞു, ആരായാലും ആ നീചൻ മരിക്കണം. ഇത്രയും ആക്രോശത്തോടെ നീതിക്ക് വേണ്ടി വാളുയർത്തിയ ദാവീദിനെ നാഥാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പെട്ടെന്ന് പതറിപ്പോകാതെ, വാളിൻ്റെ മുമ്പിൽ തകർന്നു പോകാതെ അവൻ നാഥാൻ പ്രവാചകം തിരിച്ച് കയ്യിൽ വാളില്ല, പക്ഷെ കൈ ചൂണ്ടി വെച്ചു പറഞ്ഞു, ആ നീചൻ നീ തന്നെ. ആമേൻ. ദാവീദ് ചോദിച്ചു, എന്നാ നിനക്കറിയില്ലേ? ഊരിയാവിനെ കൊന്നവന്റെ ഭാര്യയെ സ്വന്തമാക്കി നിന്റെ കൊട്ടാരത്തിൽ പാർപ്പിക്കുമ്പോൾ അത് നീ തന്നെ. ദാവീദ് അന്നേരം മനസ്സിലായി, ആമേൻ, മിക്കവാറും എൻ്റെ ഇടപാടിതോടെ തീരും. അവൻ അന്ന് കരഞ്ഞു. ബൈബിൾ പറയുന്നു, ആരും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഒരു പേപ്പറും പേനയും കൊണ്ട് എഴുതിത്തീർത്ത സാധന ഇന്ന് നാട്ടിലെ പ്രവാചകന്റെ വധരത്തിലൂടെ കൊട്ടാരത്തിനകത്ത് മുഴങ്ങുകയാ. ദാവീദ് എന്നാ ചെയ്തെന്നറിയാമോ? അവൻ നെടുമ്പാട് വീണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞിച്ചു പറഞ്ഞു, യേശു ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളരുത്. നിന്റെ പരിശുദ്ധാത്മാവിന് എന്നിൽ നിന്ന് എടുത്തുകളയരുത്. ഇത് എടുക്കപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പാപമാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇത് എടുക്കപ്പെടുന്നതിനുള്ള കാരണം, അല്ലെങ്കിൽ ഇത് നമ്മിൽ നിന്നും നഷ്ടമായി പോകുന്നത് നാം ചെയ്തു കൂട്ടുന്ന പാപമാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, ആമേൻ, പാപം ചെയ്യുമ്പോൾ ഓർക്കണമേ, ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇതിനെ കളയരുത്. ഈ പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നതുകൊണ്ട് ഇന്ന് നീ ഈ ആരോഗ്യത്തോടെ ഇരുന്ന് ഈ കസേരയിൽ ഇരുന്ന് നീ ദൈവത്തെ ആരാധിക്കുന്നെന്ന് നീ മറന്നു പോകരുത്. Come on church. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നിന്നെ നിർത്തിയത് ഈ ആത്മാവ്, നിന്നെ നിർത്തിയത് ഈ ദൈവശക്തിയാ, നിന്നെ നിർത്തിയത് ഈ ദൈവത്തിന്റെ മഹത്വമാ. വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ.
ഇന്ന് പകൽക്കാല ഏതോ സന്ദർഭങ്ങളിൽ രോഗക്കിടക്കയിൽ കിടന്ന മണ്ണോട് ചേരേണ്ട സമയത്ത് നിന്നെ ഇന്ന് കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത് ഡോക്ടറുടെ കഴിവെന്നല്ല, മരുന്നിന്റെ ബലമെന്നല്ല, നിന്റെ ജാതകത്തിൽ എഴുതി കുറിച്ചു വെച്ചത് കൊണ്ടുമല്ല. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തിയതാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് പകല ദൈവത്തിന് മഹത്വം കൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തിയതാ. ആത്മാവ് നിന്റെ മേൽ വന്നത് കൊണ്ട് നീ ജീവിച്ചതാണ് ബോധ്യമുണ്ട്. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ആമേൻ. ദാവീദിനൊരു കാര്യം അറിയാം. ആടും മേച്ച് കാട്ടിനകത്ത് കിടന്നവനാ ഞാൻ. ആടിനെയും കറന്ന്, ആടിന്റെ പാലും കറന്ന്, ആടിന് തിന്നാനും കൊടുത്ത്, ആടും മേച്ച് കാട്ടിക്കിടന്ന ഞാൻ ഒരു കാരണവശാലും നാട്ടിലേക്ക് കയറാൻ അനുവാദമില്ലാതെ വീട്ടുകാർ ഒതുക്കിയവൻ എങ്ങനെ കയറി? ദാവീദിനറിയാം, ഞാൻ കയറിയത് എൻ്റെ കരുത്തിലല്ല, ഞാൻ കയറിയത് എൻ്റെ ബലത്തിലല്ല. ആമേൻ. വനത്തിനകത്ത് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നതുകൊണ്ട് കാട്ടിക്കിടന്ന ഞാൻ, ഒരു കസേര പോലും സ്വന്തമെന്ന് പറയാൻ ഇല്ലാത്ത ഞാൻ, രാജാവിൻ്റെ സിംഹാസനത്തിൽ കയറിയത്. വാവ്! എന്തെങ്കിലും നീ ആയെങ്കിൽ അത് നിന്റെ മിടുക്കല്ല, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചെയ്തതാ. വിശ്വസിക്കാൻ ആളുണ്ടോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, എന്തെങ്കിലും ആയെങ്കിൽ അത് നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചെയ്തതാ. ഓ യേശുവിന്റെ നാമത്താൽ ജയം. ആമേൻ. ഹല്ലേലൂയ. ആടും മേച്ച് കാട്ടിക്കിടക്കേണ്ടവൻ ഇന്ന് നാട്ടിൽ കയറിയതിൻ്റെ കാരണം പറഞ്ഞാൽ അവനറിയാം, അപ്പൻ കൂടെയില്ല, കുടുംബം കൂടെയില്ല, കൂടപ്പിറപ്പ് കൂടെയില്ല. പക്ഷെ എന്നെ ഈ രാജസ്ഥാനത്ത് നിർത്തിയത് എൻ്റെ പഠിപ്പല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ബലമാ. ഇന്ന് പകലിലും ഇതിനകത്തും ഞാൻ പറയട്ടെ, എവിടേക്കോ തളർന്നും ഒതുങ്ങിയും വീണു പോകേണ്ട നീ ഇന്ന് ഇതിനകത്ത് ബലത്തോടെ ഇരിക്കുന്നത് നിന്റെ കഴിവല്ല, ദൈവം പകർന്ന ആത്മാവിന്റെ ശക്തി. എന്ന് വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് കമോൺ ഒന്ന് മഹത്വം കൊടുത്ത് യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ഇന്ന് പകലിലെ മഹത്വം ചലിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഇത് നിന്റെ ബലമല്ലെന്ന്, ഇത് നിന്റെ കരുത്തല്ല, ഇത് ആത്മാവിന്റെ ശക്തി. ഇന്ന് പകലിൽ വന്യജീവിക്ക് നീ ഏൽപ്പിക്കപ്പെടാത്തത്, കാട്ടുമൃഗങ്ങൾ നിന്നെ കീറാത്തതിന്റെ കാരണം നിന്റെ മേൽ കിടക്കുന്നൊരു ദൈവശക്തിയാണ്, ആത്മാവിന്റെ ശക്തിയാണ്. അതിനൊരു വിലയുണ്ട്. ഇത് വിശ്വസിക്കുന്നവനോട് ഇന്ന് പറയരുത്, അതിനെ കെടുത്തരുത്, അതിനെ എടുത്തു കളയാൻ ഇട വരുത്തരുത്. ഈ പകലിൽ ഇതിനെ സൂക്ഷിക്കുന്നവന് ഗുണമുണ്ട്. ഇതിനെ സൂക്ഷിച്ചാൽ എന്നാ ഗുണം? അതും കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. ഇതിനെ സൂക്ഷിച്ചാൽ എന്നാ ഗുണം? പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആരെടുക്കെ പറയുന്നു, സൂക്ഷിച്ചാൽ ഒരു ഗുണമുണ്ട്, സൂക്ഷിച്ചാൽ ഒരു ഗുണമുണ്ട്. ചിലർ പറയും, പാസ്റ്ററെ 5 കൊല്ലമായി പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു, ചർച്ചയിൽ വരുമ്പോൾ കൈയടിക്കാനല്ലാതെ വേറൊന്നിനും ഇത് കൊള്ളത്തില്ലല്ലേ? ഇന്ന് പകൽക്കാലം ആമേൻ 2 കൈ അടിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ആമേൻ. ലൈവ് കിടക്കുന്നില്ലേ? ഞാൻ പറഞ്ഞേനെ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, 2 കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത് തന്നെ അതൊരു മിറക്കിളാ. അത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളി വന്നോണ്ടാ. ഇല്ലേ വലിപ്പം പറയുന്ന പലരും ഒരുപാട് സ്ഥലത്ത് പോകുന്നത് കൈയും കെട്ടിയിരിക്കുന്നതല്ലാതെ ഒരു സ്തോത്രം പറയാൻ അവരുടെ വായ് പോലും തുറക്കാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ അഭിഷേകം അകത്ത് കിടക്കുന്നത് കൊണ്ട് നീ വായ് പൂട്ടി മിണ്ടാതിരിക്കാൻ. Wow!
റീകമനി യംതന റീക ക്ഷമനകടകസി അത്യുന റഗൽ കമനകടക ശന്തൽ കമനകടകസി. ആത്മസാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് ആരുടെ കൈമാറുകയാണ്. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഹോളിനകത്ത് ചലിക്കുകയാണ്. റീമാനവ ഷെഖേനി റീബൽ പ്രൗഡിബിനി കടക റച്ചസ് കമനകടകസി in mighty name of Jesus. Wow, rakalamba shekeriantana riba labasiyantana. Amen. ഈ അഭിഷേകം അത് കിടക്കുന്നുണ്ട് നീ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അത് മറക്കരുത്. ഇല്ലെങ്കിൽ അന്നത്തെ രോഗത്തിൽ നിങ്ങൾ വീണുപോയേനെ, അന്നത്തെ പ്രശ്നത്തിൽ നിങ്ങൾ തകർന്നു പോയേനെ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരുത്ത നിന്നെ നിർത്തിയതെന്ന് ഓർക്കണം. ഹല്ലേലൂയ. ദാവീദിനും അതാ പറയാനുള്ളത്. ആമേൻ. എൻ്റെ പേടി എന്നറിയാമോ? ഈ പാപം കൊണ്ട് ആത്മാവിനെ എടുത്തു കളയുമോന്ന്. ഇന്ന് പകലൊരു ഭയം നല്ലതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു ഭയം നല്ലതാണ്. ആമേൻ. അത് ധൈര്യത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്. എന്നാൽ അതേക്കുറിച്ച് ബൈബിൾ പറയുന്നു, കെട്ടുപോകാനും സാധ്യതയുണ്ട്, എടുത്തു കളയാനും സാധ്യതയുണ്ട്. അത് ഇരിക്കുന്ന നീ അതിനെ ഉത്തരവാദിത്വത്തോടെ സൂക്ഷിക്കണം. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. ഇരിക്കുന്ന നിങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം? ഉത്തരവാദിത്വത്തോടെ സൂക്ഷിക്കണം. ആമേൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാ, ഇത് 5 കൊല്ലമായി 10 കൊല്ലമായി ഞാൻ പ്രാപിച്ചിട്ട് വല്ല ഗുണമുണ്ടോ പാസ്റ്ററെ എന്ന് ചോദിച്ചാൽ, ആമേൻ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്കറിയാം ഗുണം ഉണ്ടാവും. എന്തുണ്ടാവും? ഉണ്ടോ ഇല്ല നമ്മൾ നോക്കണ്ടേ? ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മ കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഒരു 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഉള്ള സന്തോഷവും പോവും. പിന്നെ കൈ അടിക്കണമെന്നും തോന്നൂല. സൂക്ഷിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഹല്ലേലൂയ. ഇതകത്ത് വന്നു കഴിഞ്ഞാൽ എന്നും കത്തണമെന്നാണ് ബൈബിൾ പറയുന്നത്. ഇതകത്ത് കയറിക്കഴിഞ്ഞാൽ എന്നും ആ സന്തോഷം നിലനിൽക്കണമെന്നാണ് പറയുന്നത്. ഇതകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അണയ്ക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ കത്തുവാണെങ്കിൽ അവനെ ദൈവം മാനിക്കും, ഉറപ്പാ. ഹല്ലേലൂയ. അങ്ങനെ കത്തുവാണെങ്കിൽ അവന് ദൈവം ഉയർത്തും. ഓ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ആടും മേച്ച് നടന്ന ആട്ടിടയൻ രാജസിംഹാസനത്തിൽ ഇരുന്നെങ്കിൽ അത് അപ്പം കൊടുത്തതാണോ സിംഹാസനം? ഇല്ല. അവന്റെ ജ്യേഷ്ഠന്മാർ എഴുതി കൊടുത്തതാണോ? ഇല്ല. ഒരു ദിവസം തമ്പുരാൻ പറഞ്ഞു, ആത്മാവ് നിന്നെ ഉയർത്താൻ പോവുകയാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനെ ചുമക്കുന്നവരോട് ആത്മാവ് ശക്തമായി പറയുന്നു, നീ ലോകത്തിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഉയർച്ച പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി കൈമാറും. ഓ, യേശുവിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യും. ഇതിനെ ചുമക്കുന്നവൻ ലജ്ജിക്കണ്ട, ഇതിനെ ചുമക്കുന്നവൻ ഭാരപ്പെടണ്ട. നിനക്കൊരു മറുപടിയുടെ സീസൺ ഉണ്ട്. ജീസസ് നെയിം. ഹല്ലേലൂയ. ഇതിനെ ചുമക്കാൻ ആളുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ് ചുമക്കുന്നവനെ ദൈവത്തിനറിയാം. 6 മാസം ചുമന്നിട്ട് മതിയെന്ന് പറഞ്ഞു പോകുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്. 5, 10, 15, 20 കൊല്ലമായി ചുമക്കുന്നവനുണ്ടെങ്കിൽ നിനക്കുള്ള സീസൺ ദൈവം ഓപ്പൺ ചെയ്യും. ഈ പകലിൽ പരിശുദ്ധാത്മാവുള്ള ചിലതിനോട് പറയുന്നു, കാറ്റടിക്കുമ്പോൾ അണയ്ക്കുന്നവനെ അല്ല, അണയാതെ സൂക്ഷിക്കുന്നവന് ഒരു സീസൺ. ശക്തമായി ദൈവാത്മാവ് ഇതിനകത്ത് ആരുടെ പറയുവാണ്, അത് ചുമക്കുന്നവനൊരു സീസൺ വരാൻ പോവുക. അത് ചുമക്കുന്നവന് അതിനെ കെടുത്താതെ സൂക്ഷിക്കുന്നവൻ ജയിക്കാൻ പോവുക. ജയിക്കാൻ പോവുകയാ, അവൻ ജയിക്കാൻ പോവുകയാ. ചൂടാമാന പക്ഷേ യേശുവിന്റെ നാമത്താൽ ജയം. ചിലരൊക്കെ ചിന്ത ചെയ്ത് 5 കൊല്ലമായില്ലേ പാസ്റ്റേ അഭിഷേകവും പരിശുദ്ധാത്മാവും ഒക്കെ വന്നിട്ട് എനിക്ക് എന്നാ കിട്ടി? ആമേൻ. നാട്ടുകാരുടെ മുമ്പിൽ നിന്നയായിരിക്കുന്നേ, വീട്ടുകാരുടെ മുമ്പിൽ പരിഹാസിയായിരിക്കുന്നേ. പക്ഷേ ഒരു സീസൺ മാറുമ്പോൾ പരിഹസിച്ചവനും നിന്ദിച്ചവനും ഒക്കെ നിന്നെ നോക്കി പറയാനൊരു സാക്ഷി ഉണ്ടാകാൻ പോവുക.
ആ സാക്ഷ്യം ഞാൻ പറയാൻ പോവുക. ഈ പകലിൽ ആത്മാവ് നിന്നോട് പറയുക, ഒരു സാക്ഷി വെളിപ്പെടുത്താൻ പോവുക, ഒരു സാക്ഷി വെളിപ്പെടുത്താൻ പോവുക. കിട്ടിയതിനെ കളയരുത്, കെടുത്തി കളയരുത്, നശിപ്പിച്ച് കളയരുത്. അതിനെ എടുക്കാൻ കാരണമാകുന്ന പാപത്തിൽ വീഴരുത്. ഓ, നീ പ്രാപിക്കേണ്ട നന്മ മിസ്സായി പോകും. യേശുവിൻ നാമത്തിൽ ജയം. ആമേൻ. 10-20 കൊല്ലം ചുമന്ന ഒരു ചെറുക്കനെ എനിക്കറിയാം. പറയട്ടെ, ഹല്ലേലൂയ. ഒരു 10-15 കൊല്ലം ഇതിനെ ചുമന്നോടെ നടന്നൊരു പുള്ളിയുണ്ട്. ചെറുപ്രായമാ. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, വായിക്കാം. ഒരാളിൻ്റെ അടുത്ത് വായില്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ പറയുന്നത് ആയിരിക്കും. ഉൽപ്പത്തി പുസ്തകം 37 അതിൻ്റെ 2-ാമത്തെ വാക്യം. ഉൽപ്പത്തി 37 അതിൻ്റെ 2. യാക്കോബിൻ്റെ വംശപാരമ്പര്യം. ഇതേ അവിടെ ഒരു കൊച്ചു പയ്യൻ്റെ പേര് പറയുന്നു, 17 വയസ്സുകാരൻ. പേരെന്നാ? പറ, ഒന്നുകൂടെ പറ. യോസഫ്. എത്ര വയസ്സായി? 17 വയസ്സായി. ആമേൻ. ഇനി അതിൻ്റെ 5-ാം വാക്യമായില്ലേ. ആ യോസഫ് എന്ത് കണ്ടു? എല്ലാവരും കേൾക്കുന്നുണ്ടോ? എന്ത് കണ്ടു? സ്വപ്നം. ഇത് യോസഫ് മാത്രമല്ല, പക്ഷെ നമ്മളും കാണാറുണ്ട്. എനിക്കറിയാം, ഞാൻ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ സാധനം പോകാൻ വേണ്ടി. ഹല്ലേലൂയ. 17 വയസ്സിൽ യോസഫ് ഒരു സ്വപ്നം കണ്ടു, അല്ലേ? അടുത്തന്നെ വായിച്ചേ. അറിയിച്ചത് കൊണ്ട് നമ്മൾ കാണുന്ന സ്വപ്നം കണ്ടാൽ ബാക്കിയുള്ളവർക്ക് ചിരി വരും. അപ്പൊ സ്വപ്നത്തിന്റെ അർത്ഥം രീതി മനസ്സിലായല്ലോ. ഈ പുള്ളി കണ്ട സ്വപ്നം പറഞ്ഞപ്പോ മറ്റുള്ളവർക്ക് അവനോട് പക തോന്നി, വെറുപ്പ് തോന്നി. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? ഈ കൊച്ചൻ എത്ര വയസ്സായി? ഞാനൊരു കാര്യം നിങ്ങളോട്, ഈ 17 വയസ്സുകാരൻ, ഇനി ആ 37 ആദ്യത്തെ ആ 2-ാം വാക്യം വായിച്ചല്ലേ, അതിൻ്റെ ബാക്കി ഇവിടെ ഒന്ന് വായില്ല. അവിടെ ഒരു സാധനം കൂടെ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞു വെച്ച് പോവാം. ആടുകളെ മേയിച്ചുകൊണ്ട് എന്തായിരുന്നു? ബാലൻ. 17 വയസ്സുള്ള അവൻ എന്തെന്ന് പറയണം? ബാലൻ. പോട്ടെ. ഇരുന്ന ആ വാക്യം ശ്രദ്ധിച്ചേക്കണം. അവരെ കുറിച്ചുള്ള അത് തന്നെ ദുശ്രുതി, അങ്ങനെയല്ലേ? യോസഫ് അപ്പനോട് വന്നു പറഞ്ഞു. ആരെ കുറിച്ചുള്ള? 10 കൂടപ്പറപ്പുകൾ വേറെ ഉണ്ട്. അവരെ കുറിച്ചുള്ള ദുശ്രുതികൾ എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയോ മോശപ്പെട്ടത് ചെയ്യുന്നത് ഈ 17 വയസ്സുകാരൻ വന്ന് ആരോട് പറഞ്ഞു? അപ്പനോട് പറഞ്ഞെന്ന്. 17 വയസ്സുള്ള എത്ര പേരുണ്ടോ നോക്കട്ടെ, കൈ നോക്കി. ചെവി പറഞ്ഞതാണ്. 17 വയസ്സാക്കൂല്ലേ? പാര വയ്ക്കാനൊന്നും അല്ല. ഒരാളുണ്ട്. ആമേൻ. 18 ആയവരുണ്ടോ? 18 ആയതാ? അതോ കഴിഞ്ഞു? 17-18. ഓക്കെ. ഇവിടെ ആരുമില്ല. നിങ്ങൾ അതിലെല്ലാം ചെറിയ കൊച്ചു കുഞ്ഞു കുഞ്ഞു പിള്ളേർ. ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ നമ്മളെ പിള്ളേല്ലേ. അപ്പൊ 17-18 ഈ പ്രായം. ദുശ്രുതികൾ എന്ന് എവിടെ പറഞ്ഞു? അപ്പനോട് പറഞ്ഞു. ഞാൻ ഈ പിള്ളേരെയൊക്കെ ശ്രദ്ധിക്കും. ഒരു 15 വയസ്സ് വരെയൊക്കെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ വന്ന് വീട്ടിൽ പറയും. അത് കഴിഞ്ഞാൽ ചിലത് ഒളിക്കാൻ തുടങ്ങും. നിങ്ങൾ അവൻ കണ്ട? ഹല്ലേലൂയ. ഒന്നും ഒളിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ 15 വയസ്സുവരൊക്കെ അമ്മ അവൻ നുള്ളി, ഇവ ഇടിച്ചു, അവൻ ഇത് എന്തെന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് ഇവിടെ പറയും. ഈ 15 വയസ്സ് കഴിഞ്ഞ് കുറേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? 10 ഒരുമിച്ച് ചെയ്യുന്ന പല കോപ്രായങ്ങളും യോസഫ് ഒളിച്ചില്ല. വന്ന് ആരോട് പറഞ്ഞു? ഇതൊരു സഭയായതും കൂടെ ഞാൻ പറയുക. കോപ്രായങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അപ്പനോട് ഒന്ന് പറയണം. അപ്പൊ നിങ്ങളൊക്കെ ഏതപ്പനോട് പറയണം?
തൽക്കാലം ഇവിടെ ഒരപ്പനുണ്ട്, ഞാൻ ചർച്ചിലൊരപ്പനുണ്ട്. ഈ ദുശ്രുതി വല്ലതും കേൾക്കുമ്പോൾ ജോസഫ് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പറഞ്ഞില്ല. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ 2 സഭയിലും ഇത് പറഞ്ഞു, ഇന്ന് രാവിലെയും പറഞ്ഞു, എന്നിട്ട് ഇവിടെയും വന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടും നമ്മുടെ മക്കളാണല്ലോ. സ്വതന്ത്രമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ദുശ്രുതി വല്ലതും അപ്പുറം ഇപ്പുറം ഓടുന്നുണ്ടായിരിക്കും. ദുശ്രുതി കേൾക്കുന്നത് കൊള്ളാം. ആരോട് പറയണം? നല്ല മക്കളാണെങ്കിൽ അപ്പനോട് പറയണം. ഇത് എനിക്ക് വല്ല ദുശ്രുതി ഉണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്ററെ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ, ഉള്ളി ഉദാഹരണം മാത്രം. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെക്കുറിച്ചുള്ള ദുശ്രുതി നിങ്ങൾ ഇരിക്കുന്ന ആൻറ്റിയോട് പറഞ്ഞാൽ ഞാൻ അറിയുമോ? ഇല്ല. നിങ്ങൾ എന്നോട് പറഞ്ഞാലോ ഞാൻ നന്നാവും. ശരിയല്ലേ? നിങ്ങൾ ഇനി അവരോടാ പറയുന്നെങ്കിലോ അവരെന്നാ പറയും? അവരടുത്തിരിക്കുന്ന നിങ്ങളുടെ മരുമോളോട് പറയും. എക്സാമ്പിളാണ്, നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ ബാക്കിയുള്ളവർക്ക് ക്രൂശിക്കാൻ ഒരാളുണ്ടായില്ലല്ലേ നമ്മൾ രക്ഷിക്കപ്പെടുകയുള്ളൂ. ആമേൻ. ബാക്കി ഈ നിങ്ങൾ അപ്പോൾ നിങ്ങൾ എത്ര പേരായി? 1, 2, 3 പേരറിഞ്ഞു എൻ്റെ ദുശ്രുതി. ശരിയല്ലേ? എനിക്ക് ദുശ്രുതി ഇല്ല, ഇതും എക്സാമ്പിളാണ്. ആമേൻ. അതേസമയം നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നന്നാകേണ്ടതാണെങ്കിൽ ഞാൻ നന്നാവും. ആമേൻ. ശ്രദ്ധിക്കുക, ദുശ്രുതി ഉണ്ടെങ്കിൽ അപ്പനോട് പറയണം. അത് വച്ചോണ്ടിരുന്നാൽ പിന്നെ പ്രശ്നം കൂടും. മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. ആർക്കും ദോഷമായിട്ടല്ല ഞാൻ പറയുന്നത്. ആമേൻ. ചർച്ചയാണ്, 10-250 ആൾക്കാരുണ്ടാകും. അതിനകത്ത് ദുശ്രുതികൾ അവിടെ വെളിപ്പെടും. കാരണം കോപ്രായം കാണിക്കുന്ന പിള്ളേരുണ്ട്. ഇന്ന് പിള്ളേർക്ക് മാത്രമല്ല, കോപ്രായം വലിയൊരുക്കും ഉണ്ട്. ആമേൻ. അപ്പോൾ ഈ ദുശ്രുതി വെളിപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? യോസേഫ് ചെയ്തുകൊണ്ട് 17കാരന് വേണമെങ്കിൽ അവൻ്റെ കൂടെ കൂടാം, പക്ഷെ കൂടിയില്ല. താൻ വന്ന അപ്പനോട് പറഞ്ഞു. ഇങ്ങനെയുള്ളതിനെ ദൈവത്തിന് വേണ്ടേ? ആമേൻ. ചിലർക്ക് തോന്നും ഇത് കുറ്റം പറയുന്നല്ലേ. കുറ്റമല്ല, അപ്പനോട് പറയുന്നത് കുറ്റമാണോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആമേൻ. അപ്പനോട് അമ്മയോട് പറയുന്നത് കുറ്റമൊന്നുമല്ല. നന്നാകണം. കരങ്ങൾ വിരിച്ചിട്ടൊരു കാലില്ലേ പറ. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഉപദേശം നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല. അല്ല, അഭിഷേകവും തീയുമാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ റെഡിയാ. ഇടയ്ക്കിച്ചിരി വന്ന് പറയണ്ടേ? ഞാനിത് പറയാതിരുന്ന നിങ്ങൾ അപ്പുറത്തല്ലേ പറയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യും? വല്ല ദുശ്രുതി ഉണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് പറയണം. ഇനി ഫോൺ വിളിച്ചില്ലേലും കുഴപ്പമില്ല, ഞാൻ താഴെ എപ്പോഴും വരുമ്പോഴും പറഞ്ഞാലും മതി, ചർച്ചയിൽ വരുമ്പോഴും പറഞ്ഞാൽ. ഇനി എന്നെക്കുറിച്ചുള്ള ദുശ്രുതിയാണെങ്കിൽ എന്നോട് തന്നെ പറയുക. ഒരു ഹല്ലേലൂയയോടെ പറ. ആമേൻ. ഇത് 17കാരൻ്റെ സ്വഭാവം ഇതാ. ദുശ്രുതി വന്ന് ആരോട് പറഞ്ഞു? എന്താ അവൻ ദുശ്രുതി കേട്ടപ്പോൾ അവരുടെ കൂടെ നിൽക്കാത്തത്? അവൻ്റെ അകത്തൊരു ആത്മാവുണ്ട്. പിടികിട്ടുന്നുണ്ടോ? അവൻ്റെ അകത്തൊരു, യോബിനോട് ചോദിച്ചാൽ യോബ് പറയും, ദോഷം കണ്ടാൽ ഞാൻ ഓടിക്കളയും. കാരണം എന്താ? അവൻ്റെ അകത്തൊരു ദൈവശക്തിയുണ്ട്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ അകത്ത് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു ദുശ്രുതിയും നീ വച്ചേക്കരുത്. നീ വിട്ടുകള. ആ ദുശ്രുതിയോട് കൂടരുത്. അത് വന്ന് ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിച്ചാൽ പരിഹാരമുണ്ട്. ആമേൻ. അതാണ് ദുശ്രുതി. ഈ ദുശ്രുതി പറയുന്നുണ്ട് ഈ 10 ഇവനെ കണ്ണ് കീറിയെ കണ്ടുകൂടാ. ഹല്ലേലൂയ. ദുശ്രുതി ചെയ്യുന്നത് കുഴപ്പമില്ല, ഇത് പറയുന്നുണ്ട് എന്ത് ചെയ്തുകൂടാ? കണ്ണ് കീറിയെ കണ്ടുകൂടാ. അതല്ലേ നമ്മുടെ ഭാഷ തിരുവനന്തപുരത്ത്. ഹല്ലേലൂയ. കണ്ണ് കീറിയെ കണ്ടുകൂടാ. തക്കം പാർത്തിരിക്കുക. അതിനിടയ്ക്കാണ് പുള്ളിക്കാരൊരു സ്വപ്നവും കണ്ടു. അതും കൂടെ ആയപ്പോൾ സംഗതി തികഞ്ഞു. എന്നാ സ്വപ്നം കണ്ട്? നമ്മളൊരുപാട് സ്വപ്നം കാണാറുണ്ടല്ലേ? പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ നല്ലത് കാണും. ഇത് പ്രാർത്ഥന ഇല്ലാതെ കിടന്നാൽ ഇതുവരെ കാണാത്ത പാമ്പെല്ലാം നിങ്ങൾ കാണും. ഹല്ലേലൂയ. ഇടയ്ക്ക് ദൈവം പറയുന്ന കേട്ടു, എൻ്റെ പാസ്റ്റർ ഞാൻ കിടക്കുമ്പോൾ ബഡിൻ്റെ അടുത്ത് ഈ സൈസുള്ള തലയുള്ളൊരു പാമ്പുണ്ടാകുന്നു. പറഞ്ഞില്ലടാ നീ? ഒറ്റ പ്രാർത്ഥന. പിന്നെ വന്നോ സാധനം? അങ്ങനെയാണ്. പ്രാർത്ഥിച്ചിട്ട് കേടാ, ഇതിനേക്കാളും വലിപ്പമുള്ള പാമ്പാണേലും വരില്ല. ഹല്ലേലൂയ. അതല്ല പറയും, നമ്മൾ കാണുന്ന സ്വപ്നം പറഞ്ഞ ആൾക്കാർക്ക് ചിരി വരും. പക്ഷെ യോസേഫ് കണ്ട സ്വപ്നം പറഞ്ഞപ്പോൾ അവരോട് ആൾക്കാർക്ക് പക തോന്നി. സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അങ്ങനെ.
സ്വപ്നത്തിൻ്റെ രീതി അതാ. കാരണം അത് സ്വപ്നം ദൈവീകമായിരുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നു, നിനക്ക് വേണ്ടി കർത്താവ് നൽകുന്നു ദൈവീകമായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ സ്വപ്നത്തിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പണ്ട് വർഷങ്ങൾ, എനിക്ക് ഒരു 10-15 വർഷം വരും, ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ സ്വപ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറഞ്ഞതാണ്. കേൾക്കാത്തവർക്ക് വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർക്ക് ബ്രദർ ഹല്ലേലൂയ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് ശ്രദ്ധിച്ചോളണം. ഒരു പണ്ട് നമ്മുടെ ചർച്ചിലെന്നല്ല ടീമിൽ വന്ന ഒരു ബ്രദർ, പണ്ട് പ്രാർത്ഥനയ്ക്ക്, ഇപ്പോഴൊന്നല്ല, എൻ്റെ ചെറുപ്രായത്തിൽ ഹമേൻ, ഒരു ബ്രദർ ഇവിടെ കാട്ടാക്കടയുടെ സൈഡിലുള്ള ഒരു ബ്രദർ, ഇപ്പോഴുണ്ട്, ജീവിച്ചിരിപ്പുണ്ട് ആൾ. പുള്ളി ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളി ഓട്ടോ എല്ലാം ഓടിച്ചിട്ട് രാത്രി ക്ഷീണത്തോടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി. വലിയ പ്രാർത്ഥനയൊന്നും ഇല്ല കേട്ടോ, കിടന്നങ്ങ് ഉറങ്ങി. ഈ സ്വപ്നം കണ്ട് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പ്രാർത്ഥിക്കണം തോന്നിയത്. പിന്നീട് പ്രാർത്ഥിക്കാൻ വന്നേ പോട്ടെ. അപ്പോൾ ഉറങ്ങി കിടക്കുമ്പോഴേ പുള്ളി ഭയങ്കര സ്വപ്നത്തിലേക്കൊന്ന് പോയി. തൊഴിലെന്താണ്? ഓട്ടോ ഡ്രൈവർ. സ്വപ്നത്തിലും പുള്ളി ആ ജോലി തന്നെ ചെയ്യുന്നു. പുള്ളി സ്വപ്നത്തിലും വണ്ടി ഷാട്ടാക്കുന്നു, ഓട്ടോ ഓടിക്കുന്നു. ഇത് ഓടി ഒരു ഹൈ റേഞ്ച് കയറുവാണ്. ഈ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പൊന്മുടിയൊക്കെ പോയിട്ടുണ്ടല്ലോ, ഇങ്ങനെ കുത്തനെ തേരി വളവൊക്കെ ഉള്ള സ്ഥലം, ഹൈ റേഞ്ച് പോലത്തെ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ പുള്ളി ഇങ്ങനെ വളഞ്ഞും വിരിഞ്ഞൊക്കെ കയറുക. ഭയങ്കര ആക്സിലേറ്ററൊക്കെ കൊടുത്ത് എന്നൊക്കെ പിടിച്ചെന്ത് ചെയ്യുന്നുണ്ട്, പുള്ളി ഇങ്ങോട്ട് കയറുക. കുറേ അങ്ങ് പോയപ്പോൾ പെട്ടെന്ന് ഒരു വളവ് വരഞ്ഞതും ഒരു വലിയ കാട്ടാന ഇങ്ങനെ നിൽക്കുക. തുമ്പിക്കൈയൊക്കെ എടുത്താൽ ഇങ്ങനെ തുമ്പിക്കൊക്കെ പൊക്കി ഇങ്ങനെ കുത്താങ്ങണക്കൊക്കെ നിൽക്കുക. പുള്ളിക്കാരൻ പേടിച്ചു പോയി. ഓട്ടോറിക്ഷയില്ലേ, ചവിട്ടിയാലും കിട്ടില്ല, ഇത് ഏത് വാക്ക് പോകുന്നെന്നറിയാനും പറ്റില്ല. കണ്ട മാത്രമേ പുള്ളി ഒരൊറ്റ ചാട്ടം വണ്ടിന്ന് ചാടിയപ്പം മനസ്സിലായി. കണ്ണ് തുറന്നപ്പോൾ താഴെ നിഴിച്ചു വരിക കട്ടിന്ന്. ഓട്ടോ ഓടിക്കുന്നവരൊക്കെ സ്വപ്നം കാണുമ്പോൾ സൂക്ഷിച്ച്. ഞാൻ നിങ്ങളോട് പറയാം, യോസേപ്പ് കണ്ട ഇതുപോലത്തെ സ്വപ്നമൊന്നും അല്ല നമ്മൾ കാണുന്ന. ഇതുപോലത്തെ സ്വപ്നം ആയതുകൊണ്ട് നമുക്ക് ചിരി തോന്നുന്നേ. യോസേപ്പ് കണ്ട സ്വപ്നം 10 ജ്യേഷ്ഠന്മാരുടെ നടുവിൽ അവനെ ദൈവം ഉയർത്തുവെന്ന് കണ്ടു. ആമേൻ. പക്ഷെ എന്നാണോ 17 വയസ്സുകാരൻ സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേന്ന് തനിക്ക് കിട്ടിയത് പൊട്ടക്കിണർ. അഭിഷേകമുള്ള നീ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നീ, ശക്തിയെ പ്രാപിച്ച നിനക്ക് ഒരു പൊട്ടക്കിണർ കണ്ടാൽ വിശ്വാസ ജീവിതം മതിയാക്കി പോകുന്ന ഒരു വ്യക്തിയാണോ നീ? എനിക്ക് പലരെയും അറിയാം. പ്രശ്നം വരുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടെന്ന് പറഞ്ഞ് പോയ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, പ്രശ്നം വന്നാലും അതിനേക്കാൾ വലുതാണ് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന് നീ ഉറപ്പോടെ നിൽക്കുമെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, അത് നിന്നെ മാനിക്കുന്ന ഒരു സീസൺ വരാൻ പോവുക. ഒരു കുഞ്ഞ് 10, 18, 19 വയസ്സായ ഒരു കുഞ്ഞ്, തൻ്റെ വീട്ടിൽ നടന്ന ഒരു മരണം, ഈ മരണം കണ്ടിട്ട് ആ കുഞ്ഞെന്നോട് പറഞ്ഞു, ഞാനിനി ചർച്ചയിൽ വരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ? പ്രാർത്ഥിച്ചിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടും ഞങ്ങൾക്കിതല്ലേ കിട്ടിയത്. ഇന്ന് വരെ ആ കുഞ്ഞ് ചർച്ചയിൽ വന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാം, ഇങ്ങനൊരു ചെറിയ വിഷയം വരുമ്പോൾ ആ വിഷയത്തിന് വിലയും കൽപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കൊരു നന്മയും കിട്ടാൻ പോകുന്നില്ല, നിനക്ക് ഗുണം ഉണ്ടാകത്തില്ല. ഇനി മരണം നമ്മളെ പിരിച്ചാലും ശരി, ഞാൻ ആത്മാവിന് വേണ്ടി നിൽക്കുമെന്ന്, പരിശുദ്ധാത്മാവിനെ ചുമക്കാൻ ഞാൻ നിൽക്കുമെന്ന് നീ ഹൃദയം കൊണ്ട് തീരുമാനിക്കാമെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഇതിനകത്ത് പറയുന്നു, ഇതുവരെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ചിലത് ദൈവം നിനക്ക് വേണ്ടി തുറക്കും. യെസ് 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 ആമേൻ. റീമാന ശെഖേറിയംധന ഒട്ടക്കുഴിയിൽ നിന്ന് 10 കൂടെ വലിച്ചു കയറ്റി. അവർ കയറ്റാനൊരു കാരണമുണ്ട്. എടാ, ഇവൻ ഇവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ ചായ കുടിക്കാൻ പൈസയില്ല. അതുകൊണ്ട് 10 പേരും കൂടെ പറഞ്ഞു, ഇവനെ പിടിച്ച് വിറ്റാ നമുക്ക് പുട്ടടിക്കാനുള്ള പൈസ കിട്ടും. ഹല്ലേലൂയ. ഈ 10 പേരും കൂടെ തീരുമാനിച്ച് എന്ത് ചെയ്തു? കയറിട്ട് അവനെ പൊക്കി കയറ്റി.
കയറ്റിയിട്ട് എത്രയ്ക്ക് വിറ്റു? യോസേപ്പിന് എത്ര കാശിന് വിറ്റു? 25 പൈസ. നീ അതൊക്കെ മേലെ 20 വെള്ളിക്കാശിന് വിറ്റു. ഹല്ലേലൂയ. നീ എൻ്റെ പ്രസംഗത്തിൻ്റെ കൊഴുപ്പോടെ ഇല്ലാതാക്കി പോട്ടെ. 20 വെള്ളിക്കാശിന് വിറ്റു. ആമേൻ. ശ്രദ്ധിക്കുക, 20 വെള്ളിക്കാശിന്. അപ്പം 10 കൂടപ്പറപ്പുണ്ടെങ്കിൽ ഒരുത്തന്നെ 2 വെള്ളിക്കാശായി. അത്യാവശ്യം പുട്ടടിക്കാനായി. ഈ പകയും വെച്ചോണ്ടല്ല. ആര് നിന്നേ? ജോസഫ് നിന്നേ. അവിടെ നിന്ന് നേരെ പെയ്ത് അടിമച്ചന്തയില. 20 കൊടുത്ത് വാങ്ങിയവൻ കുറഞ്ഞത് 40 വിറ്റ് കാണും. ഹല്ലേലൂയ. കച്ചവടക്കാരൻ്റെ കയ്യിലൊരു സാധനം കിട്ടിയാൽ അവൻ അങ്ങനെ ചെയ്യൂ. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ്. 20 മേടിച്ചവൻ 40 വിറ്റ് കാണും. ഇവനെ കൊണ്ട് പലർക്കും ലാഭമുണ്ടാക്കി. അവൻ അടുത്ത് ചെന്നെത്തപ്പെട്ടത് അടിമയായി പോത്തിഫറിന്റെ വീട്ടിലാണ്. എന്നാൽ പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച അവനെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ശ്രദ്ധിക്കണം, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പൊട്ടക്കുഴിയിൽ വീണിട്ടും അവൻ ദൈവത്തെ തള്ളിയില്ല. അടിമപ്പണി ചെയ്യേണ്ടി വന്നിട്ടും ദൈവാത്മാവിനെ വേണ്ടെന്ന് പറഞ്ഞില്ല. പോത്തിഫറിന്റെ വീട്ടിലും യഹോവയുടെ സാന്നിധ്യം അവന്റെ കൂടെ. ഹല്ലേലൂയ. ഇത്രയും പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുമ്പോ സത്യം പറയാലോ, സാത്താൻ ഇഷ്ടപ്പെടില്ല. പല കാറ്റടിച്ചിട്ടും നീ അണയാതെ നിൽക്കുന്നത് കാണുമ്പോ ആർക്കിഷ്ടപ്പെടില്ല? പിശാചിന് ഇഷ്ടപ്പെടില്ല. പോത്തിഫറിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. പോത്തിഫറിന്റെ ഭാര്യയോട് പറഞ്ഞു, എങ്ങനെങ്കിലും അവനെ ഒന്ന് ഒതുക്കണം. ആമേൻ. അവൻ കെടുത്തുന്നില്ല, നീയെങ്കിലും പാപത്തിൽ അവനെ തള്ളിയിട്ടാൽ ദൈവം പരിശുദ്ധാത്മാവിനെ അവനിൽ നിന്ന് എടുത്തു കളയും. ഞാൻ പറയട്ടെ, പോത്തിഫറിന്റെ ഭാര്യ അവനെ വശീകരിച്ച് അവനെ പിടിക്കുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, തൻ്റെ വസ്ത്രം വിട്ടയച്ച് അവൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. അവനറിയാം, ദാവീദ് ചെയ്തതുപോലല്ല, എൻ്റെ അകത്ത് കിടക്കുന്ന ആത്മാവിനൊരു വിലയുണ്ട്. അത് പോത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാനത് വിൽക്കത്തില്ല. ഇന്ന് പകൽക്കാലം പാപത്തിന്റെ മുൻപിൽ വിട്ടുകൊടുക്കാതെ പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, മറുപടി വരൂ. മറുപടി വരും. കേസായി, കള്ളക്കേസായി. ഇനി കേൾക്കാൻ നിന്നയില്ല. നാട്ടുകാരെ മുഴുവനും അവനെ കുറ്റപ്പെടുത്തി പരിഹാസം ഒത്തിരി കേട്ടു. പരിശുദ്ധാത്മാവിനെ ചുമക്കുന്ന നീ ഇതാണോ കേൾക്കുന്നേ? പരിശുദ്ധാത്മാവിനെ ചുമക്കുന്ന നീ ഇതാണോ ഉണ്ടാകുന്നേ? ഇങ്ങനെയാണോ സംഭവിക്കുന്നേ? ഞാൻ നിങ്ങളോട് പറയാം, വിട്ടിട്ട് പോകരുത്. നിന്റെ മേൽ കിടക്കുന്നതിനെ മുറുകെ പിടിച്ചോ. പകുതി വഴിയിൽ വേണ്ടെന്ന് പറഞ്ഞ് പോകരുത്, മുറുകെ പിടിച്ചോ. കൊല്ലം 5 കഴിഞ്ഞിരിക്കാം, കൊല്ലം 10 കഴിഞ്ഞിരിക്കാം. എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കാണും, വീട്ടുകാർ ചോദിച്ചു കാണും, നീ പോയിട്ടെന്തായി? നാട്ടുകാർ ചോദിച്ചു കാണും, പോയിട്ടെന്തായി? പക്ഷെ മുറുകെ പിടിക്കാൻ ഒരു ജോസഫ് ഉണ്ടോ? ഈ പകലിൽ സ്വർഗം പറയുന്നു, അത് മുറുകെ പിടിക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലം ചെറുതല്ല. പട്ടണത്തിൽ നീ അറിയപ്പെടാൻ പോകുകയാ. ചെറുതല്ല. അടുത്തൊരു കാര്യം ഞാനിങ്ങനെ വായിച്ചു. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞു. പുള്ളിക്കാരൻ മണ്ണിൽ പണി ചെയ്ത് ചെളിയിലും പണി ചെയ്ത് പോത്തിഫറിന്റെ വീട്ടിൽ കിട്ടിയ ഓവർസിയർ സ്ഥാനവും കളഞ്ഞ് ഇപ്പൊ പുള്ളി തടവുകാരനാണ്. ഇച്ചിരി നാള് തടവുകാരനായി ജയിലിൽ പാർക്കുമ്പോ അതിനകത്തും ഒരു ഓവർസിയർ സ്ഥാനമൊക്കെ ലഭിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, കാലങ്ങൾ കഴിഞ്ഞിട്ടും ആ ജോസഫിന്റെ അകത്തൊരു ചിന്തയുണ്ടായി കാണും. ഇത്രയും നാൾ ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ സംരക്ഷിച്ചിട്ട് എനിക്ക് എന്ത് ഫലമുണ്ടായി? ചിന്തിക്കുന്നവനോട് ഞാൻ മറുപടി പറയാൻ പോവാ. ആത്മാവിനെ കെടുത്താത്തവർക്കുള്ള മറുപടി.
പരിശുദ്ധാത്മാവിനെ കളയാത്തവർക്കുള്ള മറുപടി ഇതാ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തരാൻ പോവുക. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ. വേദപുസ്തകം പറയുന്നു, ഈ യോസേഫ് അതിൻ്റെ 41 അധ്യായത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 41 അതിൻ്റെ 46 വാക്യത്തിലേക്ക് ഒന്ന് വാ. യോസേഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവൻ എത്ര വയസ്സായിരുന്നു? ഒന്നുകൂടെ പറഞ്ഞേ. 30 വയസ്സായിരുന്നു. ശ്രദ്ധിക്കുക, അവൻ എത്ര വയസ്സായി? 30 വയസ്സായി. പൂട്ടപ്പെട്ടവൻ മിസ്രയീം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. അതവിടെ നിൽക്കട്ടെ. അപ്പൊ 17 വയസ്സിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവൻ ദൈവിക ദർശനം കണ്ടതുകൊണ്ട് പൊട്ടക്കുഴിക്കകത്ത് വീണു. അവിടെ നിന്ന് കേട്ടു, പരിഹാസം കേട്ടു, കള്ളക്കേസ് കുടുക്കി താൻ ജയിലിനകത്ത് അടച്ചു കഴിഞ്ഞിട്ട് 30 വയസ്സായപ്പോൾ ഫറവോന്റെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പൊ 30-ൽ നിന്ന് 17 കുറച്ചാൽ എത്ര കിട്ടും? പറ. 38, 13. ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഉള്ള പറയുക നിങ്ങൾക്ക് ഓർമ്മയിരിക്കാൻ വേണ്ടിയാണ്, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ലേ. 30-ൽ നിന്ന് 17 പോയാൽ എത്രയാ? അഭിഷേകം ചുമക്കാൻ തുടങ്ങിയിട്ട് 13 വർഷമായി. എൻ്റെ ഒരു ശൈലി ഞാൻ പറയുവാണേ. അഭിഷേകം ചുമക്കാൻ തുടങ്ങിയിട്ട് 13 വർഷമായി. ഈ 13 വർഷത്തിനിടയ്ക്ക് ഒരു കുടുംബ പ്രാർത്ഥന പുള്ളിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ചിന്തിക്കേണ്ട ഭാഗമായത്. ഒരു കൺവെൻഷൻ പുള്ളിക്ക് കിട്ടിയിട്ടില്ല, ഒരു കൂട്ടായ്മ പുള്ളിക്ക് കിട്ടിയിട്ടില്ല, ഒരു സഭായോഗം പുള്ളിക്ക് കിട്ടിയിട്ടില്ല. കിടക്കുന്നത് മിസ്രയീമിനകത്താ, അതിനകത്ത് സഭായോഗം ഇല്ല. പിടിയിടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനിയാ സാക്ഷ്യം വരാൻ പോകുന്നേ. ഒരൊറ്റ മീറ്റിംഗ് പുള്ളിക്ക് കിട്ടിയിട്ടില്ല, ഒരൊറ്റ പ്രസംഗം പുള്ളിക്ക് കിട്ടിയിട്ടില്ല, ഒരൊറ്റ പവർ കോൺഫറൻസ് കിട്ടിയിട്ടില്ല. ഇതൊക്കെ കിട്ടിയ നമ്മുടെ ഗതിയോ? കിട്ടാത്തവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആമേൻ. ഉള്ള സ്വത്രം പോയല്ലോ, ഞാൻ കുറ്റപ്പെടുത്തിയില്ല നിങ്ങളെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. 17 വയസ്സിൽ അപ്പന്റെ കൂടെ ഇരുന്നപ്പോ വീട്ടുപ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന് ആരാധിക്കും, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഒറ്റപ്പെട്ടപ്പോ കുടുംബ പ്രാർത്ഥന പോലും ആമേൻ തനിക്ക് ലഭിക്കുന്നില്ല. ഒരു കൂട്ടായ്മയില്ല, ഒരു ഉപവാസമില്ല. നീണ്ട 13 വർഷങ്ങൾ ആരാധനയോ പാട്ടോ അവൻ ശുശ്രൂഷകളോ ഒന്നുമില്ലാതെ എവിടേക്കോ അടയ്ക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും കുറ്റവാളിയെ പോലെയോ അവൻ താൻ ഒതുങ്ങിക്കൂടി 13 വർഷങ്ങൾക്ക് ശേഷം 30-ാമത്തെ വയസ്സിൽ ഫറവോന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ഫറവോൻ ഒരു വാക്ക് പറഞ്ഞു. അതാണ് എനിക്ക് പ്രധാനം. ആമേൻ. നീ ആരാധിക്കുന്നത് കണ്ടിട്ട് നിന്റെ കുടുംബക്കാർ കുറ്റപ്പെടുത്തിയിരിക്കാം. നീ പ്രാർത്ഥിച്ചത് കണ്ട്, നീ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് കണ്ട് കുടുംബം കുറ്റപ്പെടുത്തിയിരിക്കാം. പക്ഷെ നീ കേട്ട കുറ്റങ്ങൾക്ക് മറുപടിയായി ജാതികൾ മറുപടി പറയാൻ പോവുക. ഞാൻ പദം പറഞ്ഞോട്ടെ. എന്താ ഈ ഫറവോന്റെ അടുത്ത് നിന്നപ്പോൾ പുള്ളി കേട്ടത്? വായിക്കാം. 38-ാമത്തെ വാക്യം, 41:38. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. നോക്ക് 13 വർഷം ആരാധനയില്ല, 13 വർഷം കൂട്ടായ്മയില്ല, 13 വർഷം കൺവെൻഷൻ ഇല്ല, 13 വർഷം ഒരു ഭവന പ്രാർത്ഥന പോലുമില്ല. 13 വർഷത്തിന് ശേഷം അവൻ്റെ അനുഭവം കണ്ട ഫറവോന്റെ വാക്ക്, നമ്മുടെ രാജ്യത്തിൽ ഇവനെ പോലെ ദൈവാത്മാവുള്ള മറ്റൊരുത്തനെ കാണാൻ ഒക്കത്തില്ല. ഇന്ന് പകലിൽ വർഷങ്ങൾ അഭിഷേകത്തെ ചുമക്കുന്നവനോട് ഈ പകലിൽ ദൈവത്തിന് പറയാനുണ്ട്, നിന്റെ സാക്ഷ്യം ദേശത്തിന്റെ നടുവിൽ ചില
നീ ചുമന്നത് വെറുതെയല്ല. നീ പരിശുദ്ധാത്മാവിനെ ചുമന്നത് ഇട്ടുകളയാനല്ല. ചില വർഷങ്ങൾ കഴിഞ്ഞാലും അവർ പറയണം, ഇതുപോലെ ദൈവാത്മാവുള്ള ഒരു തലമുറ വേറെയില്ല. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവരോട് ദൈവത്തിന് പറയാനുണ്ട്, ആമേൻ. ദൈവാത്മാവിനെ ഒറ്റയ്ക്കാണെങ്കിലും ചുമന്ന ഉത്തരവാദിത്വത്തോടെ നീ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൂടെയുള്ളവരെ വിറ്റോട്ടെ, കൂടെയുള്ളവരെ തള്ളിക്കളയട്ടെ. പക്ഷെ നിനക്ക് വേണ്ടി നിന്നെ കാണുന്ന ചില പറവോന്മാർ പറയാൻ പോവുക, ആരാധനയില്ലാതിരുന്നിട്ടോ അവനെ കണ്ട രാജാക്കന്മാർ പറഞ്ഞു, ഇവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തിയോടെ നിൽക്കുക. എന്തോ ദൈവാത്മാവ് ചിലതിനോട് പറയുന്നു, നിന്റെ മേൽ കിടക്കുന്ന ദൈവശക്തിയെ പട്ടണങ്ങൾ തിരിച്ചറിയാൻ പോവുക. 20 വെള്ളിക്കാശിന് വിറ്റവന് അത് തിരിച്ചറിയത്തില്ല, പക്ഷെ ജാതികൾ തിരിച്ചറിയും, ദേശങ്ങൾ തിരിച്ചറിയും, പട്ടണങ്ങൾ തിരിച്ചറിയും. ഇന്ന് പകൽ ആ മഹത്വത്തെ സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിച്ചോ. യേശുവിന്റെ മഹത്വം നിന്റെ മേൽ ചലിക്കട്ടെ. മകത്വം ഇന്ന് പകൽ ചലിക്കട്ടെ. ആ കൃപ ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിറയട്ടെ. നീ ചുമക്കുന്ന ദൈവ സാന്നിധ്യം ദേശത്തിന് പ്രയോജനപ്പെടാൻ പോവുക. വീട്ടുകാർക്കത് വേണ്ടെങ്കിൽ വേണ്ട, കുടുംബങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ നീ ചുമക്കുന്ന ദൈവശക്തിയില്ലേ. മിസ്രയീമിനെ 7 വർഷം കൊടിയ ക്ഷാമത്തിൽ നിന്ന് പിടിച്ച് കരകയറ്റാൻ നിന്റെ മേൽ കിടക്കുന്ന ദൈവശക്തിക്ക് കഴിയാം. മകത്വം നിന്റെ മേൽ വെളിപ്പെടുന്നു. ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. ചില കൊടിയ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവാത്മാവ് നിന്നെ കരകയറ്റാൻ പോവുക. ചില കൊടിയ വിഷയങ്ങളിൽ നിന്ന് ദൈവാത്മാവ് നിന്നെ കരകയറ്റാൻ പോവുക. അത് ചുമക്കുന്നത് വെറുതെയല്ല. നിനക്കൊരു സാക്ഷ്യമുണ്ട്. ദൈവാത്മാവുള്ള മനുഷ്യനെന്ന് നിന്നെ കുറിച്ച് ലോകം പറയും, നിന്നെ കുറിച്ച് ദേശം പറയും, നിന്നെ കുറിച്ച് രാജാക്കന്മാർ പറയും, നിന്നെ കുറിച്ച് പട്ടണങ്ങൾ പറയാം. ആത്മസാന്നിധ്യം ഇന്ന് പകൽ ഈ ഹോളിനകത്ത് നിറയപ്പെടുകയാ. ദൈവശക്തി ഇന്ന് പകൽ ഹോളിനകത്ത് ചലിക്കപ്പെടുകയാ. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? പരിശുദ്ധാത്മാവ് ഈ പകൽ നമ്മുടെ നടുവിൽ ചന്തമായി ചലിക്കട്ടെ. ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ഇന്ന് പകൽ പൂർണ്ണമായി എന്ന് സമർപ്പിച്ചു കൊടുക്കാം. റീമാന ഷെക്കേനിയ റീബൽ പ്രൗഡിമിനി ഘടകസി അത്യുന റഗൽ കമന ഘടക ശന്തൽ കമന ഘടകസി. യേശുവിന്റെ നാമത്തിൽ ജയം. ചില ആണ്ടുകൾ നീ പരിശുദ്ധാത്മാവിനെ ചുമന്നത് കൊണ്ട് എന്ത് പ്രയോജനം? കർത്താവ് പറയും, ചുമന്നവനെ നാട് തിരിച്ചറിഞ്ഞു, ചുമന്നവനെ പട്ടണങ്ങൾ തിരിച്ചറിഞ്ഞു, ചുമന്നവനെ രാജ്യം തിരിച്ചറിഞ്ഞു. ആത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് നിങ്ങളോട് പറയുക, ഇന്ന് നീ ആർക്കും വിലയില്ലായിരിക്കും, ഇന്ന് നിന്നെ ആർക്കും വേണ്ടായിരിക്കാം, പലയിടത്തും പൂട്ടപ്പെട്ടതുപോലെ പൂട്ടിയിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിനെ ചുമക്കുന്ന നീ ഒരു ദിവസം അതിൻ്റെ വില നിനക്ക് ദൈവം തിരികെ തരും. പോത്തിഫറിന്റെ വീട്ടിലും അതിനെ ചുമക്കാൻ നീ കാണിച്ച മനസ്സില്ലേ? അടിമത്ത് വേല ചെയ്യുമ്പോഴും അതിനെ ചുമക്കാൻ നീ കാണിച്ച മനസ്സില്ലേ? 10 കൂടപ്പറപ്പുകൾ എന്ന രക്തബന്ധങ്ങൾ നിന്നെ 20 വെള്ളിക്കാശിനെ തീരെഴുതി വെക്കുമ്പോഴും നീ പരിശുദ്ധാത്മാവിനെ ചുമക്കാൻ കാണിച്ച ഒരു മനസ്സില്ലേ? ദൈവാത്മാവ് പറയുന്നു, മറുപടി വരാൻ പോവുക, മറുപടി വരാൻ പോവുക, മറുപടി വരാൻ പോവുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നിന്നിലെ മറുപടി വെളിപ്പെടാൻ പോകുകയാ. നിന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അടർത്തിക്കളയാൻ ശ്രമിച്ച പൈശാചികാധിപത്യങ്ങളും മാനുഷിക ശക്തികളും നോക്കി നിൽക്കെ നിന്റെ അവസ്ഥയെ, നിന്റെ പൊസിഷനെ മാറ്റാൻ തടവറയിൽ കിടന്ന കുറ്റവാളിയുടെ വസ്ത്രം ധരിച്ച നിന്നെ
രാജകൊട്ടാരത്തിന്റെ അകത്ത് രാജകീയ വസ്ത്രം ധരിപ്പിച്ചു നിർത്താൻ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാർ? വൗ! ചൂടമാനവശേ ആത്മാവ് ഇന്ന് പകൽ പറയാ, നീ ചുമക്കുന്ന ദൈവശക്തിക്ക് കരുത്തുണ്ട്. നീ ചുമക്കുന്ന ദൈവശക്തിക്ക് കരുത്തുണ്ട്. ആ കരുത്ത ഈ ദിവസങ്ങൾ ദേശങ്ങളിൽ പുറത്തു വരാൻ പോകുകയാ. ദേശങ്ങൾ അറിയാൻ പോകുകയാ. പട്ടണങ്ങൾ അറിയാൻ പോകുകയാ. രക്ഷ ഇല്ലാതിരിക്കുന്ന ചിലർക്ക് ആ ശക്തിയാൽ രക്ഷ വെളിപ്പെടാൻ പോകുകയാണ്. ആത്മാവിനെ കെടുത്താതെ, ആത്മാവിനെ കളയാതെ ഉത്തരവാദിത്വത്തോടെ സൂക്ഷിക്കുന്ന ഒരു തലമുറ ജോസഫിനെ പോലെ ചില പട്ടണങ്ങൾക്ക് വെളിച്ചമായി മാറാൻ ഇന്ന് പകൽ സ്വർഗം ആഗ്രഹിക്കുകയാണ്. വായിശസിയ റിബൽ കമനഗടക അന്തൽ പ്രൗഢിമിനിഗടക അത്യുന രക്ഷസ്കമനഗടക വൈഡൽ പ്രൗഢിമിനിഗടകസി വൈഡം ജനാധര. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. ചേർന്ന് പകൽ നമ്മുടെ ദൈവത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്താമോ? ആരൊക്കെ നോക്കി ദൈവാത്മാവ് ശക്തമായി ഈ പകൽ കാലം പറയുന്നു, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. പകുതി വഴിയിൽ തള്ളിക്കളാത്ത, പകുതി വഴിയിൽ പരിശുദ്ധാത്മാവിനെ വിട്ടുപോകാത്ത നീ, നിന്നെ കുറിച്ച് കഥ പറയുക. നിന്റെ അഭിഷേകത്തെ കൂടെയുള്ളവർക്ക് വിലയില്ലെങ്കിൽ നിന്റെ അഭിഷേകത്തെ ഫറവോൻ വില കൽപ്പിക്കാൻ പോവുക. ജാതികൾ വില കൽപ്പിക്കാൻ പോവുക. ദേശങ്ങൾ വില കൽപ്പിക്കാൻ പോവുകയാ. ഓ, സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ മഹത്വത്തെ സ്വീകരിച്ചോ. നിന്റെ അഭിഷേകത്തെ ചുമക്കുന്ന നിന്നോട് പറയുന്നു, ഇതൊരു ചെറിയ ശക്തിയല്ല. കൊതിയുണ്ടെങ്കിൽ എലീശായെ പോലെ കൊതിയുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു പുതപ്പ, അഭിഷേകത്തിന്റെ ഇംപാർട്ടേഷൻ ഈ പകലിൽ ഇറങ്ങട്ടെ. ചില ശരീരങ്ങളിൽ ആ മഹത്വം നിറയുന്നു. നിറയട്ടെ. ചില ശരീരങ്ങളിൽ നിറയട്ടെ. തീ തൊടുന്ന പോലെ ചില ശരീരങ്ങൾ ദൈവാത്മാവ് തൊടുന്നു. കൊതിയുള്ളവന്റെ മേൽ തൊടുക. ദൈവശക്തി നിന്നെ തൊടുക. കൊതിയുള്ള എലീശാമാർക്ക് വേണ്ടി പുതപ്പ് താഴോട്ട് വരും. കൊതിയില്ലെങ്കിൽ പുതപ്പ് മേലെ പോകും. ഇന്ന് പകലിൽ അഭിഷേകം ചുമക്കുന്ന നിന്റെ മേൽ ഒരാത്മാവിന്റെ പുതപ്പ് അടുത്ത നിലവാരത്തിലേക്ക് നിന്നെ ഉയർത്തുന്ന ദൈവശക്തി ഈ പകലിൽ സ്വീകരിച്ചോ. മഹത്വത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. പൊട്ടക്കുഴിക്കകത്ത് വീണതിനൊരു മറുപടിയുണ്ട് കുഞ്ഞ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പൊട്ടക്കിണറിനകത്ത് വീണതിന് ഒരു മറുപടി ദൈവം തരാൻ പോവുക. അടുത്തൊരു സീസൺ, ഇന്ന് വരെ നീ സഹിച്ച പ്രതികൂല കാറ്റിന്റെ മറുപടിയായി ഒരു സീസൺ നിനക്ക് തുറക്കാൻ പോവുക. ജയിലിനകത്ത് നീ സഹിച്ച ദിവസങ്ങൾക്ക് മറുപടിയായി ഒരു സീസൺ തുറക്കാൻ പോവുക. നീ കേട്ട നിന്ദയ്ക്ക് മറുപടിയായി ഒരു സീസൺ. ആത്മസാന്നിധ്യം ഇന്ന് പകലിൽ നിന്റെ മേൽ ഒരു തീ പോലെ പിടിച്ചോ. മഹത്വത്തിന്റെ ശക്തി ഇന്ന് പകൽ നിന്റെ മേൽ ഒരു തീയായി
തൊടുക തൊടുക തൊടുക. ഒരു സീസൺ ഓപ്പൺ ആകുന്നു, ഒരു സീസൺ ഓപ്പൺ ആകുന്നു. 13 വർഷങ്ങൾ നീ അനുഭവിച്ച ചില പ്രതിസന്ധികൾക്ക് മറുപടിയായി ഒരു സീസൺ. ഇത് പിടിക്കാൻ കഴിയുന്നവർ പിടിച്ചോ. ഇത് നിനക്ക് വേണ്ടി സ്വർഗം നൽകുകയാ. ആത്മാവിന് കെടുത്താത്തവർക്ക് വേണ്ടി സ്വർഗം ഓഫർ ചെയ്യുക. ഒരു സീസണ് സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുകയാ. വൈഡൽ പ്രൗഢി വിരികണ്ടക അത്യുന രക്ഷസ്കമനകണ്ടക അന്തൽ കമനകണ്ടകസിയ. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. Come on, Holy Spirit. ഇന്ന് പകലിലെ മഹത്വം നിറയുന്നു ഇതിനകത്ത്, മഹത്വം നിറയുന്നു ഇതിനകത്ത്, മഹത്വം നിറയുന്നു ഇതിനകത്ത്, സാന്നിധ്യം നിറയുന്നു ഇതിനകത്ത്. 5 കൊല്ലവും 10 കൊല്ലവും 15 കൊല്ലവുമായി കാത്തിരിക്കുന്ന ചിലതിനോട് സ്വർഗം പറയുന്നേ, നിന്റെ സീസൺ, നീ സഹിച്ച നിന്ദയ്ക്കും, നീ സഹിച്ച കഷ്ടതയ്ക്കും, നീ സഹിച്ച പ്രതിസന്ധികൾക്കും, നിന്നെ അണയ്ക്കാൻ ശ്രമിച്ച കൊടിയ കാറ്റിനെയും, നിന്നെ അണയ്ക്കാൻ ശ്രമിച്ച ചില ജീവികളെയും ഭേദിച്ച നീ ഇതുവരെ എത്തിയെങ്കിൽ നിന്റെ സീസണ് സ്വർഗം ദേശം കാണുക, വിറ്റവർ കാണുക, തള്ളിയവർ കാണുക, കുറ്റം പറഞ്ഞവർ കാണുക. സ്വർഗം ഓപ്പൺ ചെയ്യട്ടെ. Receive the glorious season. Shalva ratha rakamanashe riba lahamasiya atina rakshaskamanagadega. Come on, come on, come on. Karamadicha innu pagala deivathinu magatvam kodukate. Magalum varangalum jolichiduva jangal vajarathil veruni valarniduva. Magalum varangalum jolichiduva വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും മയക്കണമേ, ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും മയക്കണമേ, ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോട് നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോട് നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യതും ഞാനിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യതും ഞാനിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. മഴയെ വിട്ടു മയങ്ങണമേ, നിൻ ജനമുണർന്നിടുവാൻ. മഴയെ വിട്ടു മയങ്ങണമേ, നിൻ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തി
സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ, ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ആമേ, ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ആമേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്തരാന്ത ശക്തികളെ ജയിച്ച്